365 ഡേയ്സ് ഓഫ് ട്രാൻസ്ഫർമേഷൻ ജേണിയുടെ ഡേ 45ലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. 45 ദിവസങ്ങളായി നമ്മൾ ഒരുമിച്ച് തുടങ്ങിയ ജേണി അല്ലേ, ഇടയ്ക്ക് വെച്ച് ജോയിൻ ചെയ്ത ഒരുപാട് പേരുണ്ട്. മക്കളെ, നിങ്ങൾ ആദ്യം മുതലുള്ള വീഡിയോസ് കറക്റ്റായിട്ട് കാണണം കേട്ടോ. നിങ്ങൾ ഓരോ വീഡിയോസും കണ്ടിട്ട് ആ വീഡിയോയ്ക്ക് താഴെ നല്ല പോസിറ്റീവായിട്ടുള്ള കമൻസ് ഇടണം. ആ ഒരു കമൻസ് ഇടുന്ന സമയത്ത് ടീച്ചർമേ ഭയങ്കര സന്തോഷമാണ്. നിങ്ങളുടെ കമൻറ്റുകൾ വായിക്കുമ്പോൾ ദൈവമേ, എനിക്ക് വേണ്ടി ഓരോ മനുഷ്യരും എത്രത്തോളമാണ് പ്രാർത്ഥിക്കുന്നത്. ദൈവത്തോട് ഒരു പ്രശ്നം വന്നപ്പോൾ പ്രാർത്ഥിച്ചു, അങ്ങനെ കിട്ടിയതാണ് ടീച്ചറമ്മേ. ടീച്ചറമ്മ അത്രയും ദൈവതുല്യാണെന്നൊക്കെ പറയുമ്പോൾ എനിക്കുണ്ടാകുന്ന സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ മക്കളെ. നിങ്ങൾ തരുന്ന എല്ലാ സ്നേഹത്തിനും ടീച്ചറമ്മ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി പറയും. എന്നും നിങ്ങളോട് ഞാൻ കടപ്പെട്ടിരിക്കുന്ന കാര്യം, നിങ്ങളാണ് എൻ്റെ ശക്തി. നമുക്കിന്ന് യൂട്യൂബിൽ ഏകദേശം 2 ലക്ഷത്തി സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആയല്ലേ. നിങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അവിടം വരെ എത്താൻ കഴിഞ്ഞത്. അതിന് ഞാൻ എന്നും നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. അതുപോലെ നമ്മുടെ ഈ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് പേര് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. മറ്റു വ്യക്തികൾക്ക്, ഫാമിലി മെമ്പേഴ്സിന്, ഗ്രൂപ്പുകളിൽ, റിലേറ്റീവ്സിനൊക്കെ പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ടെന്ന് പലരും പറയാറുണ്ട്. ചിലപ്പോൾ നമ്മൾ അയച്ചു കൊടുക്കുന്ന ഒരു വീഡിയോ ഒക്കെ ആയിരിക്കും ഒരു വ്യക്തിയുടെ ജീവിതം തന്നെ മാറ്റുന്നത്. ചിലരൊക്കെ ഭയങ്കരമായിട്ടുള്ള ഫിനാൻഷ്യൽ ഇഷ്യൂസിൽപ്പെട്ട് ഇനി ജീവിതം മതിയാക്കാമെന്ന് ചിന്തിക്കുന്നിടത്തുനിന്നായിരിക്കും ചിലപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട് അവർക്കൊരു വെളിച്ചം മനസ്സിലേക്ക് വരികയാണ്. തൻ്റെ ഉപബോധ മനസ്സിൻ്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ലൈഫിൽ എല്ലാം മാനിഫെസ്റ്റ് ചെയ്യാമെങ്കിൽ മണ്ടനെ പോലെ ജീവിതം മതിയാക്കാനായിട്ട് ഞാൻ ഒരിക്കലും തയ്യാറാവുകയില്ല എന്ന ആ വ്യക്തി എടുക്കുന്ന ഒരു തീരുമാനം അല്ലേ, അതൊക്കെയാണ് നമ്മളെപ്പോഴും ജീവിതത്തിൽ അനുഗ്രഹങ്ങളാണ്, മറ്റുള്ളവരുടെ അനുഗ്രഹങ്ങളാണ് മക്കളെ നേടേണ്ടത്. എത്രയോ മനുഷ്യർ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ലൈഫ് ട്രാൻസ്ഫോം ആയി എന്നുള്ള കഥകൾ പറയുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ടോപ്പിക് എന്താണെന്നറിയാവോ? ഓവർ തിങ്കിങ്. മക്കളെ, കഴിഞ്ഞ 24 മണിക്കൂറിൽ നിങ്ങൾ എത്ര മണിക്കൂർ ജീവിച്ചു? എത്ര മണിക്കൂർ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്തു? പലരുടെയും പ്രശ്നം, ലൈഫിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആവശ്യമില്ലാത്ത ചിന്തകൾ ഇങ്ങനെ ചിന്തിച്ചു പോകും. ശരിക്കും പറഞ്ഞാൽ ലൈഫിൽ നമ്മളെ പരാജയപ്പെടുത്തുന്നത് നമ്മുടെ ശത്രുക്കളൊന്നുമല്ല, അവനവന്റെ ഉള്ളിലെ ചിന്തയാണ്. സ്വന്തം മനസ്സിനെ മെരുക്കാൻ പഠിച്ചവന് മനസ്സവന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ്. എന്നാൽ മനസ്സിനെ മെരുക്കാൻ അറിഞ്ഞുകൂടാത്തവൻ അവൻ്റെ ഏറ്റവും മോശം ഫ്രണ്ടും അവൻ്റെ മനസ്സു തന്നെയാണ്. ഞാനൊരു കഥ പറഞ്ഞു തരാം. ബാഗ്ദാദിൽ ഒരു യുവ വ്യാപാരി ഉണ്ടായിരുന്നു. കച്ചവടത്തിലൊക്കെ ബഹുകേമനായിരുന്നു, നല്ല ബുദ്ധിമാനായിരുന്നു. അവൻ ഇങ്ങനെ വളരെ സക്സസ്ഫുൾ ആയിട്ടൊക്കെ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇവനിലേക്ക് പുതിയൊരു ബിസിനസ് അവസരം വരികയാണ്. വളരെ വില കൂടിയ വസ്ത്രങ്ങളും സുഗന്ധദ്രവ്യങ്ങളും ഒക്കെ മറ്റൊരു സ്ഥലത്ത് പോയി എടുത്ത് ബാഗ്ദാദിൽ വിൽക്കാനുള്ള ഒരു അവസരം അവനിലേക്ക് എത്തി. ഇതൊരു വമ്പൻ അവസരമാണ് കേട്ടോ. ഇതില് അവൻ സക്സസ്ഫുൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം ബാഗ്ദാദിലെ ഏറ്റവും സമ്പന്നരിൽ ഒരാളാകാൻ പറ്റുന്ന ഒരു അവസരമായിരുന്നു. ഇവൻ ആ അവസരം വന്നപ്പോ മനസ്സിൽ ഓവർ തിങ്കിങ് കടന്നുകൂടി. ഞാൻ കപ്പലിൽ ചരക്കുമായി വരുന്ന സമയത്ത് കൊടുങ്കാറ്റടിച്ചാലോ, കപ്പൽ മറിഞ്ഞാലോ, ഇനി കള്ളന്മാരാരെങ്കിലും വന്ന് ആക്രമിച്ച് ഇതൊക്കെ എടുത്തോണ്ട് പോയാലോ, എന്തെങ്കിലും പരാജയം സംഭവിച്ചാൽ ആൾക്കാർ കളിയാക്കി ചിരിക്കൂലേ? ഇങ്ങനെയുള്ള പല നെഗറ്റീവ് ചിന്തകളും വന്ന് ഈ പയ്യന് ഉറക്കം നഷ്ടപ്പെട്ടു. ഇവൻ ഇങ്ങനെ നിരന്തരം ഈ ആവശ്യമില്ലാത്ത ചിന്തകൾ ചിന്തിച്ച് 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 പല രാത്രികളും ഉറങ്ങാതെ ടെൻഷൻ അടിച്ച് ആ അവസരം നഷ്ടപ്പെടുത്തി. എന്നാൽ ആ ഗ്രാമത്തിൽ മറ്റൊരു പയ്യനുണ്ടായിരുന്നു. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ നല്ല പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരു പയ്യനാണ്. എന്ത് കാര്യത്തിലും അവൻ നല്ലത് മാത്രം കണ്ടെത്തും. എനിക്ക് നല്ലതേ വരൂ എന്ന ശുഭാപ്തി വിശ്വാസം അവൻ്റെ ഉള്ളിൽ ആഴത്തിൽ വേരൂന്നിയിരുന്നു. അവൻ ഈ അവസരത്തെ കറക്റ്റായിട്ട് പ്രയോജനപ്പെടുത്തി. അവൻ നല്ലത് ചിന്തിച്ചു, ഈ ബിസിനസ്സിൽ ഞാൻ ഭയങ്കരമായിട്ട് സക്സസ്ഫുൾ ആകും എന്ന് തീരുമാനിച്ചുകൊണ്ട് ഈ പയ്യൻ എന്ത് ചെയ്തു? ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അവൻ ബാഗ്ദാദിലെ ഏറ്റവും വലിയ സമ്പന്നരിൽ ഒരാളായി തീർന്നു. ഈ കഥയിൽ നിന്നും എൻ്റെ മക്കൾക്ക് എന്ത് മനസ്സിലായി? പലരും ഈ ആദ്യത്തെ പയ്യനെ പോലെയല്ലേ, ആ യുവ വ്യാപാരിയെ പോലെയല്ലേ, എന്തൊരു സിറ്റുവേഷൻ വന്നാലും ചിന്തിച്ചതിൻ്റെ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഔട്ട്കമേ ചിന്തിക്കും. നിങ്ങൾ എപ്പോഴും ഞാൻ പരാജയപ്പെട്ടു പോകും,
ഞാൻ എന്തു ചെയ്താലും അതിൽ ശരിയാവില്ല, ഞാനൊരു ഭാഗ്യം കെട്ട വ്യക്തിയാണെന്ന് ചിന്തിച്ചാൽ അതേ സംഭവിക്കൂ. ഞാൻ എൻ്റെ ജീവിതത്തിൽ 38 വർഷം നെഗറ്റീവായിട്ട് ജീവിച്ചൊരു വ്യക്തി, ഒരു നെഗറ്റിവിറ്റിയുടെ ഒരു ഹോൾസെയിൽ ഡീലറായിരുന്നു ഞാൻ. എന്തിലും നെഗറ്റീവ് ചിന്തിക്കും, എന്തിലും നെഗറ്റീവ് കണ്ടെത്തി ഏത് സമയം സങ്കടവും കരച്ചിലും പരാതി പറച്ചിലും ഒക്കെ ആയിട്ട് ജീവിച്ചൊരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ചിന്തകൾ മാറ്റി കഴിഞ്ഞ 5 വർഷമായിട്ട് ആ പോസിറ്റീവ് ചിന്തയിലേക്ക് എത്തിയപ്പോൾ ഇന്ന് ജീവിതത്തിൽ സംഭവിക്കുന്നത് അത്ഭുതങ്ങളാണ്. വലിയൊരു സന്തോഷം നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട് കേട്ടോ. ഉടനെ തന്നെ ഞാൻ ഷെയർ ചെയ്യാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനിപ്പുറത്തെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ ടീച്ചർമ്മ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഓടി വന്നത് കാണാൻ പറ്റും. മക്കളെ, എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 5:30 ടീച്ചർമ്മ വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പം തന്നെ നിങ്ങൾ വീഡിയോ കാണുന്ന രാവിലെ നമുക്കിങ്ങനെ ഒരു മോർണിംഗ് മോട്ടിവേഷനൊക്കെ കിട്ടുമ്പോൾ അന്നത്തെ ദിവസം ഭയങ്കര ഉത്സാഹമായിരിക്കും. നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. അത് ഒരു ദിവസത്തേക്ക് ഒരു മാസത്തേക്കല്ല, ഒരു വർഷം 365 ദിവസവും നിങ്ങളുടെ കൈപിടിക്കാൻ ടീച്ചർമ്മ കൂടെ ഉണ്ട്. നിങ്ങൾക്കറിയാലോ, ഒരു വീഡിയോ എടുക്കുന്ന എഫേർട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ആൻ ഈസി ജോബ്. അതിന് ഒത്തിരി മെനക്കേടുകളുണ്ട്. അപ്പം അതെല്ലാം സഹിച്ചുകൊണ്ട് ഇത്രയും തിരക്കിൽ നിൽക്കുമ്പോഴും നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ഇടുന്നത് നിങ്ങളൊക്കെ വിജയിച്ച് കാണിക്കണമെന്ന് ടീച്ചർമ്മ, വിജയിച്ച് കാണണമെന്ന് ടീച്ചർമ്മ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുകൊണ്ടാണ് മക്കളെ. അപ്പം എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. നിങ്ങൾ ഓവർ തിങ്കിങ് ഉള്ളൊരു വ്യക്തിയാണോ? ഇനി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് ആവശ്യമില്ലാത്തത് ചിന്തിക്കരുത്. എല്ലാം നല്ലതേ വരൂ, എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്, ഞാൻ വിജയിക്കും, ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ നേടും എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ടൊന്ന് മുന്നോട്ട് പോയി നോക്കിയേ, തീർച്ചയായിട്ടും നിങ്ങൾ വിജയിക്കും. മനസ്സിലേക്ക് ഈ ഭയം കടന്നുകൂടാൻ അനുവദിക്കരുത്. നേരത്തെ ഞാൻ പറഞ്ഞ ആ കഥയിൽ ഈ പറഞ്ഞ ആദ്യത്തെ പയ്യൻ പരാജയപ്പെട്ടു. അവൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ നേരെ ചെന്നിട്ട് അവിടെയുള്ള ഒരു ഗുരുവിൻ്റെ അടുത്തെത്തി, ബാഗ്ദാദിൽ തന്നെ. അപ്പൊ ഗുരുവിനോട് ചോദിച്ചു, ഗുരു, ഞാൻ ഭയങ്കര ബുദ്ധിമാനായിരുന്നു, പക്ഷെ എന്തുകൊണ്ട് ഞാൻ ഈ വ്യാപാരത്തിൽ പരാജയപ്പെട്ടു പോയി? അപ്പൊ ഗുരു പറഞ്ഞു, നീ എനിക്കൊപ്പം വരൂ. അദ്ദേഹം ഒരു തോട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടു ചെന്നു. അവിടെ വലിയ ഒരു സ്വർണത്തിന്റെ കൂട് കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ കൂടിനകത്തേക്ക് നോക്ക്. ആ കൂടിനകത്തൊരു പക്ഷി ഉണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം ആകാശത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചു. ഒരു പക്ഷി ഇങ്ങനെ ചിറക് വിരിച്ച് പറക്കുന്നതാണ് അവൻ കണ്ടത്. അദ്ദേഹം ചോദിച്ചു, ഇതിൽ ഏത് പക്ഷിയാണ് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത്? അപ്പോ ആ യുവ കച്ചവടക്കാരൻ പറഞ്ഞു, ആകാശത്ത് പറക്കുന്ന പക്ഷിയാണ്, അതിൽ യാതൊരു സംശയമില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നമ്മൾ ഇതുപോലെ ഭയത്തിന്റെയും സംശയത്തിന്റെയും കൂടുകളിലാണ്. ആ ഒരു കൂട്ടിൽ പെട്ടിരിക്കുമ്പോൾ, ഭയവും സംശയവുമാകുന്ന കൂട് നമ്മൾ തീർത്ത് അതിനകത്തിരിക്കുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യമില്ല, സന്തോഷമില്ല, സമാധാനമില്ല. ഈ ഓവർ തിങ്കിങ് നമ്മൾ പോലും അറിയാതെ നമ്മുടെ സന്തോഷത്തെയും സമാധാനത്തെയും സമ്പൽ സമൃദ്ധിയും ഒക്കെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ യുവ വ്യാപാരിക്ക് കാര്യം പിടികിട്ടി. എൻ്റെ മക്കൾക്ക് കാര്യം മനസ്സിലായോ? അപ്പൊ എപ്പോഴും സച്ചിന്തകൾ വളർത്തുക, നല്ല ചിന്തകൾ വളർത്തുക. ലൈഫിൽ മുന്നോട്ടേക്ക് പോകണമെങ്കിൽ പോസിറ്റീവ് തിങ്കിങ് അതുകൊണ്ട് മാത്രമേ ഗുണമുണ്ടാവും. അനുഭവത്തിൽ നിന്നാണ് ടീച്ചർമ്മ പറഞ്ഞിരുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, നെഗറ്റീവായിരുന്ന സമയത്ത് എനിക്ക് ജീവിതത്തിൽ എവിടെ ചെന്ന് തൊട്ടാലും പ്രശ്നങ്ങൾ, എന്തിൽ തൊട്ടാലും ദുരിതം. സലീം കുമാറിൻ്റെ ഒരു കോമഡി ഇല്ലേ, അതിനകത്ത് പറഞ്ഞു, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും നിന്റെ അവസ്ഥ ഇതാണല്ലോ ഇത് ചോദിക്കത്തില്ലേ. അതുപോലെ എവിടെ ചെന്ന് തൊട്ടാലും എനിക്ക് പരാജയങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പോസിറ്റീവിലേക്ക് എത്തിയപ്പോൾ നമ്മൾ പറയില്ല, തൊട്ടതെല്ലാം പൊന്നായി മാറുന്ന അവസ്ഥ. അതുകൊണ്ട് ടീച്ചറമ്മ ഓരോ അനുഭവത്തിലൂടെ എൻ്റെ മക്കൾക്ക് പറഞ്ഞു തരുന്നു, മക്കളെ പോസിറ്റീവ് ചിന്തയിലേക്ക് എത്ത്, നല്ലത് ചിന്തിക്കും. നമുക്ക് ജൂലൈ 6 വരെയും സിൽവർ ക്ലാസ്സിൽ അഡ്മിഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാത്തവർ 9567274997 എന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക. നമുക്ക് ഓവർ തിങ്കിങ് ഒക്കെ മാറ്റി പോസിറ്റീവ് തിങ്കിങ്ങിലേക്ക് എങ്ങനെ എത്താം, 24 മണിക്കൂറും സന്തോഷമായിരുന്നു കൊണ്ട് ആഗ്രഹങ്ങൾ എങ്ങനെ നേടാം എന്നൊക്കെ പഠിപ്പിക്കുന്ന ക്ലാസ് ആണ് കേട്ടോ. അപ്പോൾ അഡ്മിഷൻ എടുത്തവര് നിങ്ങൾ 1 PM ബാച്ചിലാണോ 9 PM ബാച്ചിലാണോ അഡ്മിഷൻ എടുത്തതെന്ന് കമന്റിൽ രേഖപ്പെടുത്താം. എൻ്റെ മക്കള് ആവശ്യമില്ലാത്ത നെഗറ്റീവ് ചിന്തകളെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പോസിറ്റീവ് ചിന്തിക്കാൻ തുടങ്ങുക. എപ്പോഴും ശുഭാപ്തി വിശ്വാസത്തോടെ ജീവിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ടീച്ചർമ്മ ബ്ലസ് ചെയ്യുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ, ലവ് യു.